ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ചൂട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം, അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം, ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൈദമാവാണ് കേട്ടോ. ഗോതമ്പ് പൊടി മാത്രമാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഈ ഒരു കപ്പ്, ഒരു 200 ml കപ്പിലാണ് കേട്ടോ ഈ ഒരു അളവ് പറയണത്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു 200 ml കപ്പിൽ ഒരു 1.5 കപ്പ് മൈദമാവാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് ഗോതമ്പ് മാവുമാണ് കേട്ടോ. നമുക്ക് മൈദമാവ് മാത്രമായിട്ടാണെങ്കിലും ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ഗോതമ്പ് മാവ് മാത്രമാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. മൈദ മാത്രമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പരത്തിയൊക്കെ വെക്കുന്ന സമയത്ത് ചെറിയൊരു ഒട്ടലൊക്കെ തോന്നും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേക്കാണ് കേട്ടോ. നമുക്ക് ഗോതമ്പ് പൊടി മാത്രമാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെ, നമുക്ക് ആവശ്യമുള്ള മാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തിലും എത്തുന്ന രീതിയിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ഉപ്പും ഗോതമ്പ് മാവും മൈദമാവും മൂന്നും കൂടി ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സാധാ നോർമൽ വാട്ടർ വെച്ചെങ്ങാണ്ട് ഇതൊന്ന് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെ ഈ മാവൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ മാവ് ഇവിടെ ഞാനൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വെള്ളം ഒന്ന് തൊടിയിച്ച് കണ്ടത് എല്ലായിടത്തിലും ആ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് നേരം, ഒരു 2-3 മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് നല്ല സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. വലിയൊരു പാത്രത്തിലോ കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും സൗകര്യം പോലെ ചെയ്തിട്ട് 2-3 മിനിറ്റ് നേരം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊരൊറ്റ ബൗളാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും, മൈദ കൂടുതലുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി അതവിടെ നിന്ന് റെസ്റ്റ് ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ചിങ്ങാണ്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന ഒരു സമയത്ത് ഒരു കൈപ്പിടുത്തം കരിവേപ്പില ഞാൻ കുരുകുരാന്ന് അരിഞ്ഞെടുത്തേക്കണയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 മീഡിയം സൈസുള്ള സവാള ചെറിയതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തേക്കണയാണ്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മാവ് കുഴച്ച് വെച്ച സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടേക്കണെയാണ്. ഉപ്പ് അധികമായി കയരുത്, അപ്പോൾ ഉപ്പ് രസം മുമ്പിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അതില്ലാണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അതേ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മളെ ആ സവാളയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സമയത്തേക്ക് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, അതും ഞാൻ ചെറുതാക്കി തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കണെയാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. തക്കാളിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചെങ്ങാണ്ട് 1-2 മിനിറ്റ് നേരം ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചെങ്ങാണ്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ തുറന്ന് നമ്മളെ തക്കാളിയും സവാളയും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സവാളയും തക്കാളിയും എല്ലാം തന്നെ ഒന്ന് വിട്ട് നിൽക്കാതെ മസാല എല്ലാം സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. അതാകുമ്പോൾ കളറും ഉണ്ടാകും, എരിവ് കുറവായിരിക്കും. അപ്പോൾ അതൊരു ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ. നമുക്ക് മീറ്റ് മസാലയിലും കുഴപ്പമില്ല, ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൊടിക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല പൊടികളൊക്കെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക്, എരിവ് കുറഞ്ഞ 2 പച്ചമുളകൊക്കെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെങ്ങാണ്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ കുഞ്ഞു മക്കൾ കഴിക്കുന്ന കാരണം ഞാൻ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. വലുതായിട്ടൊന്നും വലിയ രീതിയിലൊന്നും എരിവ് കാണില്ല.
അപ്പോൾ നമുക്ക് 2 പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ, അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതിലേക്ക് 2 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അതേ ഇതിലേക്ക് 2 കോഴിയുടെ മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കണം കേട്ടോ തീ. എന്നിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട്. കൈ വിടാതെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ മുട്ട നമ്മൾ ചിക്കി എടുക്കൂലേ, ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. കൈ വിടാതെ ഇളക്കി നമുക്ക് അതിനെ ഒറ്റ കട്ടയാക്കാതെ തന്നെ ഇങ്ങനെ ഒരു തോരൻ രീതിയിലാണ് കേട്ടോ ഈ ഒരു മസാല നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. മുട്ടയ്ക്ക് ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ, അപ്പോൾ വെറും 2 മിനിറ്റ് നേരം മാത്രം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സമയത്തേക്ക് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇനി ഉപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്ത കറക്റ്റ് ഉപ്പായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ഈ ഫില്ലിങ്സിൻ്റെയൊക്കെ ചെറിയ രീതിയിലൊന്ന് ചൂടാറി വരണം കേട്ടോ. ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചൂടാറി വരട്ടെ കേട്ടോ. അപ്പോഴേ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മുടെ മാവുണ്ടല്ലോ, അത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ഒരു മാവാണ് കേട്ടോ. ചപ്പാത്തി പലകയും കോലുമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു പൊടിയൊക്കെ നമ്മുടെ മൈദയ്ക്കകത്ത് നമ്മുടെ മാവിലകത്തേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത്രയും നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും ചെറിയ ഒരു 2-3 സെക്കൻഡ് മാത്രം ഒന്ന് കുഴച്ചെടുക്കണതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ട് ചെറിയ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കിയെടുക്കും പോലെ തന്നെ ചെറിയ ഒന്ന് ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ അതേ കുഴച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവെല്ലാം തന്നെ ഞാൻ ചെറിയ ബോൾസുകളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് ഇതേ ഒരെണ്ണം എടുത്തുങ്ങാണ്ട് ഇതുപോലെ കൈ വെച്ചങ്ങാണ്ട് ഒന്ന് റോൾ ചെയ്തെടുത്തുങ്ങാണ്ട് കൈ വെച്ച് ഒന്ന് പരത്തി പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാം ഞാനൊന്ന് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് പൊടി ഇട്ടുങ്ങാണ്ട് ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഫില്ലിങ്സൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ചപ്പാത്തി ഞാനിതിവിടെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു ചപ്പാത്തിയിലേക്ക് നമുക്ക് ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഇതുപോലെ 2-3 സ്പൂൺ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ചെറിയൊരു സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 3-4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് ഒരു വലിയ സ്പൂൺ വെച്ചെങ്ങാണ്ടാണ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ 1-2 സ്പൂൺ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ റോൾ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ എങ്ങനെ വേണേലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരെണ്ണം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനും കൂടി മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഒരു ബോൾസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് പരത്തിയെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയുടെ ഒരു ഫില്ലിങ്സ് അതുമൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒന്ന് എല്ലാ ബോൾസും ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതേ ആദ്യം ചെയ്തെടുത്ത പോലെ തന്നെ രണ്ടാമത്തെ ചപ്പാത്തി ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദൂരെ നിന്ന് കാണുമ്പോഴാണ്, നമുക്ക് അടുത്തുനിന്ന് അങ്ങോട്ട് പിടിക്കാനുള്ള ക്യാമറ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് തിന്നാക്കി കളയണ്ട കേട്ടോ. കുറച്ച് ചെറിയൊരു കട്ടി വേണം നമുക്ക്. ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പറ്റ കനം കുറച്ചല്ല ഞാൻ ചപ്പാത്തി പരത്തി എടുത്തിട്ടുള്ളത്, ചെറിയൊരു കട്ടിക്കാണ് കേട്ടോ ചപ്പാത്തി പരത്തി എടുത്തിട്ടുള്ളത്.
അങ്ങനെ ഇത് എല്ലാ മാവും വെച്ചെങ്ങാണ്ട് ഇതേപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചെങ്ങാണ്ട് ആവി കയറ്റിയെങ്ങാണ്ട് അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഇതേപോലെയാണ് കേട്ടോ. ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ വെച്ചെങ്ങാണ്ടൊന്ന് ഫ്രൈ ആക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഫ്രൈ പാൻ വെച്ചെങ്ങാണ്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വൺ സൈഡ് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടെങ്ങാണ്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതേ ഈ ഒരു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ മറ്റേ സൈഡും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ റോൾ ചെയ്ത് വരുമ്പോൾ ആ ഒരു മൈദയുടെ ഗോതമ്പിൻ്റെയൊക്കെ ഒരു മിക്സൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ വന്നുണ്ടല്ലോ. ഫില്ലിങ്സൊക്കെ നമുക്ക് കുക്കായതാണ്. പക്ഷേ നമുക്ക് നല്ല ഈ ചപ്പാത്തീൻ്റെ ഈ ഒരു റോള് നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കേട്ടോ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് അടിവശം പെട്ടെന്ന് അങ്ങോട്ട് കത്തിപ്പിടിക്കുകയും ചെയ്യും, ഉള്ളിലൊന്നും നമുക്ക് വേവില്ല കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ഇടയ്ക്ക് നമുക്ക് എണ്ണ ഇല്ലാന്ന് ഒട്ടും എണ്ണ ഇല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ അളവിൽ വെളിച്ചെണ്ണ നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതെ 2 വശം നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി മാത്രമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കാൻ മടിയായിരിക്കും മക്കൾക്കൊക്കെ. ഹെൽത്തി ആണെങ്കിലും ചപ്പാത്തി മാത്രമായിട്ട് കഴിക്കാൻ ഭയങ്കര മടിയല്ലേ. പിന്നെ കറി വേണം. കറിയാണെങ്കിലോ ഏത് കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും കോമ്പിനേഷൻ ഇല്ലയെന്നും പറഞ്ഞെങ്ങാണ്ടൊക്കെ ഇരിക്കുമല്ലേ. ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നും വന്നില്ല കേട്ടോ. നമുക്കിതിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാം, വൈകുന്നേരമൊക്കെ സ്നാക്സ് ആയിട്ടാണെങ്കിലും ഒക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതെ ഒരു ട്രിപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പ് വേവിച്ചെടുത്തപ്പോഴത്തേക്കും ആദ്യത്തെ ട്രിപ്പൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ വെന്ത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാൻ നോക്കിയിരിക്കുകയാണ് കേട്ടോ മക്കൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ട്രിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതേ എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു 3-4 മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യം ഉണ്ടായതൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് രാവിലെ ആണെങ്കിലും കഴിക്കാം, വൈകുന്നേരം ആണെങ്കിലും സ്നാക്സ് ഒക്കെ ആയിട്ടാണെങ്കിലും കഴിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ സ്നാക്സ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു സ്നാക്സ് റെസിപ്പി പരീക്ഷിച്ച് നോക്കാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്തുകൊണ്ട് അതിലോളൊന്ന് ഓപ്ഷൻ കൊടുത്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ എത്തിച്ചേരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.